ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. ജനുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ജനുവരി മാസത്തിൽ വൃശ്ചിക കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. അതായത് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ചേരുന്ന വൃശ്ചിക കൂറുകാർക്ക് ജന്മത്തിൽ, അതായത് രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബുധൻ വളരെ ഗുണ അനുഭവങ്ങൾ തരുന്ന ഒരാളാണ്. രണ്ടാം ഭാവത്തിൽ സൂര്യൻ, നാലാം ഭാവത്തിൽ ശുക്രനും ശനിയും, കണ്ടകശനി തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശുക്ര കൂടിയുണ്ട്. 5 രാഹുവുണ്ട്, 7 വ്യാഴമുണ്ട്, 9 ചൊവ്വയുണ്ട്, 11 കേതുണ്ട്. ശനിയുടെ ഒരു കണ്ടകശനിയുടെ ഒരു ഉപദ്രവം എന്ന് വെച്ചാൽ ബാക്കി വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അത് കാരണം ഈ വർഷം, ഈ മാസം നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും. വലിയ കാര്യമായിട്ടുള്ള ഗുണം എന്ന് പറയാനുള്ള സമയമായിട്ടില്ല. എന്നിരുന്നാലും മാറ്റങ്ങളുണ്ടാവും. അതായത് ദൈവത്തെ വന്ദിച്ചാലും നിന്ദിക്കരുത് എന്ന് പറയുന്ന മാതിരി നമുക്ക് ദോഷങ്ങളുണ്ടെങ്കിലും അതിൽ കുറച്ചൊരു മറ്റേ മാറ്റങ്ങളുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ തൊഴിലിൽ കുറച്ചൊരു മന്ദത ഉണ്ടെന്ന് മാറിക്കിട്ടും. ആരോഗ്യനില മെച്ചപ്പെടും. കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും. സന്താനങ്ങളെ കൊണ്ട് ചെറിയ ചെറിയ ഉപകാരങ്ങൾ വന്നു തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കളിൽ നിന്നും ഭീഷണികളും മുഴക്കങ്ങളും എല്ലാം ഒന്ന് ഒതുങ്ങി കിട്ടും. കടബാധയിൽ നിന്നും അവരെല്ലാം ഒന്ന് മനസ്സമാധാനപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ മൂലം വന്നിട്ട് മനസ്സിന് സമാധാനം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ദേഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റുള്ളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ആയുർവേദത്തിലോ അല്ലെങ്കിൽ അലോപ്പതിയിലോ മറ്റേ ഇതിൽ വന്നിട്ട് ട്രീറ്റ്മെൻറ്റിലൂടെ അത് ശരിയാവേണ്ട സാധനമുണ്ട്. സ്ട്രോക്കുകളും മറ്റുള്ളവർക്കെല്ലാം വന്നിരിക്കുന്നതുകൊണ്ട് തെറാപ്പി മറ്റുള്ള ഇതിൽ പെട്ടിരിക്കുന്നവർക്കും അതിൽ നിന്നെല്ലാം ഗുണപ്രാപ്തി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെ ഉത്സാഹപരമായിട്ട് കാണുന്നുണ്ട്. 7 വ്യാഴം നിൽക്കുന്നത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. ലഗ്നത്തിൽ ഉപയോഗിക്കുന്നത് ഗുണകരമാണ്. അത് കാരണം ധനസംബന്ധമായിട്ടുള്ള ദിനം, ധനകാര്യ സംബന്ധമായിട്ടുള്ള ദിനം, ആഭരണ സംബന്ധമായിട്ടുള്ളതിനും, അതുപോലെ തന്നെ ബിസിനസ് മേഖലയിൽ, ആഭരണ മേഖലയിൽ, സ്വർണ്ണാഭരണ മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധിയും ഉണ്ടാവും. ഇനി മേൽക്കോയ്മയിൽ പഠിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഏതെങ്കിലും വിധേന പഠിപ്പിച്ച് വരിക. നിങ്ങളെ കൊണ്ട് അതിന് പറ്റും. പിന്നെ ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ പറ്റുമെന്ന് നിശ്ചയിക്കാം. നിങ്ങളുടെ ജീവിത രീതിയെല്ലാം മാറാൻ പോവുകയാണ്. അത് കാരണം തന്നെ പറയുന്നത് ജീവിതത്തിൽ ഒരു വിജയസാധ്യത അല്ലെങ്കിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇനിയൊരു മോചനമില്ലേ എന്ന് ചിന്തിക്കുന്ന കുറേ വ്യക്തികളുണ്ടാകും. അവർക്കെല്ലാം മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭവന നിർമ്മാണം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ചതിനെ കാട്ടിയും ഒരു പടിക്ക് മുന്നിലല്ലാതെ താഴ്ന്നു പോകാനുള്ള സാധ്യതയില്ല. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ഭവനങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതേ സമയത്ത് കുറച്ച് സാമ്പത്തിക സംബന്ധമായിട്ടുള്ളവർക്ക് ആഡംബര ഭവനും ആഡംബര വാഹനവും വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. ഇടത്തരക്കാർക്ക് സാധാരണ വാഹനം വാങ്ങിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. രാഷ്ട്രീയക്കാർക്കെല്ലാം പൊതുവെ വലിയൊരു കുഴപ്പമില്ല. ജനമധ്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സ്ഥാനമാന പതിവുകൾ മാറിപ്പോകാതിരിക്കാൻ അവനവൻ്റെ സീറ്റ് ഉറപ്പ് വെത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കാര്യമായിട്ടുള്ളൊരു മാറ്റമില്ലെങ്കിലും ദോഷം ചെയ്യില്ല, ഗുണാനുഭവങ്ങൾ ഉണ്ടാവും എന്ന് തീർത്ത് പറയാം. ചെറിയ റോളുകളാണെങ്കിലും വിട്ടുപോകരുത്. വലിയ റോളുകളിൽ കിട്ടുവാൻ വേണ്ടി നിർബന്ധം പിടിക്കരുത്. കിട്ടിയ റോള് കൈകാര്യം ചെയ്താൽ കഴിഞ്ഞാൽ അവനവൻ ചെയ്ത പണി അവനവൻ ചെയ്യുക എന്നുള്ള ലെവലിലാണ് പറയുന്നത്. അതുപോലെ ജ്യോതിഷ സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ളൊരു മാസമാണ്. ബുദ്ധിവർദ്ധനവ് ഉണ്ടാവും. അവരുടെ കാര്യസാധ്യതകളുണ്ടാവും. വർത്തമാനം കൊണ്ട് ജീവിക്കുന്ന വർക്കുകൾ, അതായത് വക്കീലന്മാർ, ജ്യോത്സ്യന്മാർ, അതുപോലെ തന്നെ അഡ്വക്കേറ്റന്മാർ, അങ്ങനെയുള്ള ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന വാക്കുകൊണ്ട് മാത്രം ജീവിക്കുന്നത്, വർത്തമാനത്തിലൂടെ ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ടാവും. അതുപോലെ പലചരക്ക് സംബന്ധമായിട്ടുള്ള, വസ്ത്ര സംബന്ധമായിട്ടുള്ള, IT സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പെട്ടിരിക്കുന്നവർക്കും, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടും ഇലക്ട്രിക് സംബന്ധമായിട്ടും മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മൊത്തത്തിൽ ഗുണാനുഭവങ്ങളാണ്. IT മേഖല കുറച്ച് ഗുണമേന്മ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സാലറി വർധനവ്, അതായത് വരുമാന വർധനവെല്ലാം വരുവാനുള്ള സാധ്യതയുണ്ട്. പോലീസ് മേധാവികൾക്കെല്ലാം ഉത്തരവാദിത്വം കൂടുകയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള സാധ്യതയും സ്ഥാനമാന പദവികൾ കിട്ടുവാനുള്ള കുറേ വർഷങ്ങളായിട്ടും പോസ്റ്റ് മാറുന്നില്ല, അതേ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ആ പോസ്റ്റ് മാറുവാനുള്ള സാധ്യതയുണ്ട്. സബ് ഇൻസ്പെക്ടറായിട്ടോ എസ് ഐ ഇൻസ്പെക്ടറായിട്ടോ മാറുവാനുള്ള സാധ്യതകളെല്ലാം
ചെറിയ ഇതിൽ നിന്നും കാണുന്നുണ്ട്. അതേസമയത്ത് ആ പോസ്റ്റിലിരിക്കുന്നവർക്ക് സർക്കിൾ അങ്ങനെയുള്ള CA അങ്ങനെയുള്ള പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സിവിൽ സംവിധാന സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത. കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നുണ്ട്. മെക്കാനിക്കൽ സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അവനവൻ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യുക എന്നാണ് പറയാനുള്ളത്. 4-ാമത് ശനിയാണ് നിൽക്കുന്നത്. ശനി ഈ മെഷീനറി സംബന്ധമായിട്ടുള്ള കാരകത്തുള്ള ആളാണ്. മോട്ടോർ സംബന്ധമായിട്ടുള്ള കാരകത്തുള്ള ആളാണ്. അതുപോലെ വാഹന സംബന്ധമായിട്ടുള്ള കാരകത്തുള്ള ആൾ ശുക്രനാണ്. അത് കാരണം എന്നിരുന്നാലും ആ വാഹനത്തിലും മോട്ടോർ വർക്കുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് എന്നുള്ള പറയുന്നത്. അത് കാരണം അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അപ്പോൾ വൃശ്ചിക രാശിക്കാർക്ക് ഈ മാസം വളരെ ഗുണകരമായിട്ടുള്ളൊരു മാസം തന്നെയാണ്. സന്താനങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് മനസ്സോട് പ്രാർത്ഥിക്കുന്നു. അവർ ഗുണാനുഭവങ്ങൾ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാഗ്യം അവിടെ തന്നെ ഉണ്ടാകട്ടെ എന്ന് സാധിക്കുന്നു. വിദേശ സംബന്ധമായിട്ട് യാത്ര പോകുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ ഒന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ സംബന്ധമായിട്ട് ജോലി നോക്കുന്നവർക്കാണെങ്കിൽ ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് കറക്റ്റായിട്ടുള്ള സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോയി രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറയാം. നമസ്കാരം.